സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ തടയാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തുന്ന വാഹന പരിശോധന തുടരുകയാണ്. ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന. നിതിൻ അംബുജൻ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. നിതിൻ, ഈ ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് തുടർച്ചയായുള്ള പരിശോധന. കൂടുതലായും അവിടെയാണ് രണ്ട് സംഘങ്ങളും, അതായത് മോട്ടോർ വാഹന വകുപ്പുമുണ്ട്, പോലീസുമുണ്ട്. അപ്പോൾ ഇതുവരെ ആരെങ്കിലുമൊക്കെ എങ്ങനെയാണ് ഇതിൽ ഇടപെടുന്നത്? ആർക്കെങ്കിലും പിഴ ചുമത്തുകയോ കേസെടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? പ്രജിൻ, ഈ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയാണ് MVDയുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ സംയുക്തമായ പരിശോധന സംസ്ഥാനത്ത് നിന്ന് ആരംഭിച്ചത്. രാവിലെ എറണാകുളത്ത് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. നിലവിലിപ്പോൾ പാലാരിവട്ടം അടക്കമുള്ള പല സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. ഈ പിഴ ചുമത്തുക എന്നതിനും അപ്പുറം ജാഗ്രതാ നിർദ്ദേശം നൽകുക. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡ്രൈവർമാരുടെ അശ്രദ്ധ മൂലം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപകടത്തിൽ ആളുകളുടെ എല്ലാം തന്നെ ജീവൻ പൊലിയുന്നൊരു സാഹചര്യമുണ്ട്. ഇതിനെ തുടർന്നാണ് ഒരു സംയുക്ത പരിശോധന ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു എങ്ങനെയാകണം ഡ്രൈവിംഗ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു നിർദ്ദേശമാണ് പ്രധാനമായും ഈ പരിശോധനയിലൂടെ നടക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പാലാരിവട്ടം അടക്കമുള്ള പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ പരിശോധന തുടരുന്നുണ്ട്. വൈകിട്ട് 3 മണിക്കാണ് ഇപ്പോൾ പാലാരിവട്ടത്ത് പരിശോധന നടക്കുന്നത്. സംസ്ഥാനത്തെ വിവിധയിടങ്ങൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ പരിശോധന തുടരുകയാണ്. എന്തായാലും MVDയോട് പ്രത്യേകിച്ചും മേഡം ഏത് നിലയിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംയുക്ത പരിശോധന തുടരുന്നത്? വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട TCയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ പോലീസുമായിട്ട് ചേർന്നിട്ട് സംയുക്തമായിട്ടൊരു വാഹന പരിശോധന നമ്മൾ അതിരാവിലെയും വൈകുന്നേരം ഈ പീക്ക് ടൈമിൽ നോക്കിയിട്ടാണ്. പ്രധാനമായിട്ടും റോഡ് സുരക്ഷ കേന്ദ്രീകരിച്ചാണ്, റോഡ് സേഫ്റ്റിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പരിശോധന കണ്ടക്ട് ചെയ്യുന്നത്. ചുമത്തുന്നതിനപ്പുറം ആളുകൾക്കൊരു ജാഗ്രത നിർദ്ദേശം കൊടുക്കുകയാണല്ലേ ഇതുവഴി ലക്ഷ്യമിക്കുന്നത്? ജാഗ്രതാ നിർദ്ദേശം. പിഴ ചുമത്തുക എന്നുള്ളതല്ല, നമുക്ക് സേഫായിട്ട് നമ്മുടെ റോഡുകളെ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സാഹചര്യം ഉണ്ടാവുന്നത് വാഹനങ്ങൾ അധികമായിട്ട് പോകുന്ന സമയത്ത് ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് വരുന്ന പിഴവുകൾക്ക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ പരിഹാരം കാണാമെന്നുള്ളൊരു ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ വാഹനങ്ങൾ വേഗതയിൽ പോകുന്നതൊന്ന് കുറയ്ക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പലയിടങ്ങളിൽ കേരളത്തിന്റെ ബ്ലാക്ക് സ്പോട്ടുകൾ, കേരളത്തിലെ സംസ്ഥാന പാതയിലൊക്കെയുള്ള ബ്ലാക്ക് സ്പോട്ടുകളാണ് ഇപ്പോൾ ഈ രീതിയിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ദിവസവും ഉണ്ടാകണം എന്നൊരു ആവശ്യം കൂടി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ഒരു 1-2 ദിവസം കൊണ്ട് നിർത്തേണ്ടതല്ല ഈ പരിശോധന എന്നതുകൂടിയാണ് പൊതുജനങ്ങളുടെ ആവശ്യം.